അസ്സലാമു അലൈക്കും. വിസാൽ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് റമദാൻ 3-ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് ഹബീബായ നബിയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനം. നമ്മുടെ ഉള്ളിൽ ആ ദിനത്തിന്റെ ഓർമ്മയുണ്ടാവണം. ഒരു ഫാത്തിഹ ഓതി നമ്മളൊക്കെ ദുആ ചെയ്യണം. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന രണ്ട് സംഭവങ്ങളുണ്ട്, രണ്ടു പേർക്ക് വേണ്ടിയിട്ട്. ഒന്ന്, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ഇന്നലെ ഒരു ഷമീമ എന്ന് പേരുള്ള 27 വയസ്സുള്ള ഒരു യുവതി വാഹനാപകടത്തിൽ KSRTC ബസ് ഇടിച്ച് മരിച്ച ഒരു സംഭവമുണ്ട്. ഇൻഷാ അല്ലാ ഫാത്തിമ ബീവിയുടെ ചരിത്രം നമുക്കൊന്ന് പറയണം. അതിനു മുൻപ് ഈ ഒരു യുവതിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ മറക്കരുത്. അവർ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ട് അവിടെ നിന്ന് മടങ്ങി വരുന്നതിനിടയിലാണ് ഈ അപകടം നടന്നത്. ഈ പട്ടാമ്പിയിലുള്ള ഒരു ഗുരുവായൂർ റോഡ് ജംഗ്ഷനിൽ KSRTC ബസ്സാണ് ഇവരിടിച്ചത്. പട്ടാമ്പി പെരുമുടിയൂർ നമ്പ്രം കളരിക്കല് ഷഹീലിന്റെ ഭാര്യയാണ് 27 വയസ്സുള്ള ഈ ഷമീമ. അപ്പോൾ ഇന്നലെ നോമ്പോട് കൂടിയിട്ടാണ് ഇവർ പോയിരുന്നത്. വൈകിട്ട് ഒരു 3 മണിയോടെയാണ് അപകടം നടന്നത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായി എന്നുള്ളതാണ് മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത്. കുട്ടനാട് ഭാഗത്തുനിന്ന് വന്നൊരു ബസ് ഇടിക്കുകയായിരുന്നു അത്രേ. പട്ടാമ്പിയിലെയും വാണിയംകുളത്തെയും ഒക്കെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബസ് ഇടിച്ച് വീണ ഷമീമയുടെ ദേഹത്തിലൂടെ ടയറുകൾ കയറി ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്ക് 2 മക്കളാണ്. അള്ളാഹു ആ ഒരു യുവതിക്ക് ഈ റമദാന്റെ ബർക്കത്ത് കൊണ്ട് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. പരിശുദ്ധ നോമ്പില് ആ നോമ്പോടുകൂടി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഏത് രീതിയിലാണ് അപകടങ്ങൾ വരാന്ന് ഒരു പിടുത്തവുമില്ല. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എനിക്കൊരു ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ ബസ്സുകാരൻ ശരിക്കും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ആളുകൾ ടൗണാണല്ലോ, വളരെ വേഗത്തിൽ പോവാൻ പാടില്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യാനും സാധ്യതയുണ്ട്. അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കണം ബസ്സുകളുടെ യാത്ര. പക്ഷേ പലപ്പോഴും അതൊന്നും ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. ഈ മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാരായ നമ്മുടെ ഭാഗത്തും വേണം അതീവ ജാഗ്രത. ബസ്സുകാർ ടൈമിന് പോകുന്ന ബസ്സുകളാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിവെക്കാം. അള്ളാഹു വിധി തടുക്കാൻ കഴിയുന്ന ഒന്നല്ല. വളരെ വേദനിക്കുന്ന ഒരു രംഗമാണ് ആ ഒരു കാഴ്ചയിലുള്ളത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. കൂട്ടത്തില് മലപ്പുറം ജില്ലയിലെ ചേറൂരിൽ ഈ സ്കൂൾ ബസ്സിന് പിറകിൽ ബൈക്ക് ഇടിച്ചിട്ട് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയ മുഹമ്മദ് സിനാൻ എന്നൊരു പൊന്നുമോന്റെ ഒരു മരണം. ഇവര് പരീക്ഷക്ക് പോയി വരികയായിരുന്നു. അപ്പൊ ഇവരെ ബൈക്കിൽ 3 ആളുകളുണ്ട്. ഈ മുഹമ്മദ് സിനാന് ബൈക്ക് ഓടിക്കുന്ന ആളല്ല, അതിന്റെ സെന്ററിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷെ പോലീസിനെ കണ്ടിട്ട് ഇവര് റൂട്ട് മാറ്റിയിട്ട് വേഗത്തിൽ വന്നതാണ് അപകടത്തിന് കാരണമായി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മലപ്പുറം ജില്ലയിലെ ചേറൂരിലാണ് കുട്ടികളെ ഇറക്കാൻ നിർത്തിയ സ്കൂൾ ബസ്സിന് പിറകിലാണ് ഇവരുടെ ബൈക്ക് ഇടിച്ചിട്ടാണ് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടത്. വേങ്ങര ചേറൂര് കിളിനിക്കോട് തടത്തിൽപ്പാറ വീട്ടിൽ തടത്തിൽപ്പാറ വില്ലൻ വീട്ടിൽ കമറുദ്ദീന്റെ മകൻ മുഹമ്മദ് സിനാൻ എന്ന 15-കാരനാണ് ദാരുണമായിട്ട് മരണപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന അതേ നാട്ടുകാരനായ തന്നെ ഈ സിനീജ് എന്നൊരു 16-കാരനും കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പിന്നെ മറ്റൊരു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫായിസ് ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവർ SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന 3 പേരും ചേറൂര് PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഇന്നലെ വൈകിട്ട് ഒരു 4:30 പരീക്ഷ കഴിഞ്ഞിട്ട് NHM കോളനിയിൽ അമ്പലപ്പടിയിലാണ് അപകടം നടന്നത്. ബുധനാഴ്ചത്തെ പരീക്ഷ കഴിഞ്ഞ ശേഷം ഈ കൂട്ടുകാരായ സിനീജും ഫായിസും ഇവരൊക്കെ കൂടിയിട്ട് ചെരുപ്പടി മലയിലേക്ക് പോയതാത്രേ. പരീക്ഷ കഴിഞ്ഞിട്ട് വരില്ല, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം. പരീക്ഷ ഇവർക്ക് രാവിലെയാണല്ലോ, 10ാം ക്ലാസ്സുകാരുടെ പരീക്ഷ രാവിലെയാണ്. വൈകിട്ട് ഇവർ ഈ ചെരുപ്പടി മലയിലേക്ക് പോയതാ. അവിടെ നിന്ന് പോലീസ് ജീപ്പ് കണ്ടയുടനെ വാഹനം വേഗത്തിൽ ബൈക്ക് ഓടിച്ചു. അങ്ങനെ ഈ പരുക്കേറ്റ സനീപ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള സനീജാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഫായിസ് നടുവിലാണ്. ഈ ഒരു പരിക്കും ഇല്ലാത്ത സിനാന് ഏറ്റവും പിറകിലാണ്. അങ്ങനെ കുട്ടികളെ ഇറക്കാൻ വേണ്ടി നിർത്തിയിട്ടിരുന്ന നെടിയിരുപ്പ് GW UP സ്കൂൾ ബസിന്റെ പിറകിൽ വന്നിട്ട് ഈ ബൈക്ക് ഇടിച്ചു. അങ്ങനെ തലക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റ സിനാനെയും ഈ സനീജിനെയും ഉടൻ തന്നെ ആദ്യം ഇവർ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിലാണ് എത്തിച്ചത്. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സക്കായിട്ട് പിന്നീട് കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും ഈ മുഹമ്മദ് സിനാനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊണ്ടോട്ടി പോലീസ് കേസ് എടുത്തിട്ട് അന്വേഷിച്ചു വരുന്നുണ്ട്. ഏതായാലും വളരെ വലിയൊരു വേദന. അവൻ്റെ മാതാവിൻ്റെ പേര് ആസിയ എന്നാണ്, ഉപ്പായുടെ പേര് ഖമറുദ്ദീൻ എന്നാണ്.
അള്ളാഹു ആ ഒരു വിദ്യാർത്ഥിക്കും മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റമദാനിൽ സന്തോഷം കൊണ്ട് അലതല്ലേണ്ട ഒരു വീട്ടിലേക്ക് കണ്ണീരായിട്ട് വന്ന രണ്ട് അപകടങ്ങളാണ് ആ ഷമീമയുടെയും അതേപോലെ ഈ ഒരു മുഹമ്മദ് സിനാൻ. പോലീസിനെ കണ്ട് ഭയന്നോടിയിട്ട് മരണത്തിലേക്ക് വഴുതി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ജാഗ്രതയാണ് അവിടെ പ്രധാനമായിട്ട് വേണ്ടത്. അള്ളാഹു ഈ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഈ പറഞ്ഞതിലപ്പുറം കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഏതായാലും ഇവർക്ക് ഹെൽമെറ്റ് ധരിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ നാട്ടിൽ എൻ്റെ കാളാച്ചാല് മദ്രസയിൽ ഒരു ഉസ്താദ് ഹെൽമെറ്റ് ഇട്ട് വന്നിരുന്ന ഒരാളാണ്. പൊടുന്നനെ ഒരു കാറുകാരൻ നടുവട്ടത്ത് വെച്ചിട്ട് കാറണ്ട് തിരിച്ചോട് കൂടിയിട്ട് ആ ഉസ്താദ് പെട്ടെന്ന് തെറിച്ചു വീണു. ഹെൽമെറ്റ് തെറിച്ചു പോയി. അപ്പൊ ഹെൽമെറ്റ് ഇട്ടിരുന്ന ആളുടെ അവസ്ഥയാണ് ഈ പറയണത്. തലക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റ ആ ഉസ്താദ് ഇപ്പോൾ റിക്കവറി ആയി, ചികിത്സ കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപകടനില തരണം ചെയ്ത് ഇൻഷാ അള്ളാ റാഹത്തിലായിട്ട് വരുന്നുണ്ട്. അപ്പോ ഹെൽമെറ്റ് ഇട്ടാലും പലപ്പോഴും ജീവൻ രക്ഷപ്പെടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ ഇന്ന് ഫാത്തിമ ബീവിയുടെ വഫാത്തിന്റെ ദിനമാണ്. എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചരിത്രമുണ്ട്. ഹബീബായ നബി ഒരിക്കൽ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വന്നൊരു സന്ദർഭം പറയുന്നുണ്ട്. ആ സമയത്ത് ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും ഹസനും ഹുസൈനും ഒരു പദത്തിൽ ഇങ്ങനെ കിടക്കണം. ഹബീബായ നബി ഇടക്കിടക്ക് വന്ന് ഫാത്തിമ ബീവി വന്ന് കാണാൻ വരും. അങ്ങനെ ഹബീബായ നബി വന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഫാത്തിമ ബീവിയും ഭർത്താവ് അലിയും. അപ്പൊ രണ്ട് മക്കളേ ഉള്ളൂ, ഹസനും ഹുസൈനും ആയിട്ടുള്ളൂ. ഇതിന്റെ ഇടയിൽ ആ പുതപ്പിന്റെ ഉള്ളിൽ വന്നിട്ട് ഫാത്തിമ ബീവിയുടെയും അലിയുടെയും ഇടയിൽ വന്നിട്ട് റളിയല്ലാഹു അൻഹു ഹബീബായ നബി വന്ന് കിടക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഉപ്പ ലോകത്ത് ഏതെങ്കിലും കുടുംബത്തിൽ ഇങ്ങനെ കിടക്കുന്ന സ്നേഹമുള്ള ഉപ്പ ഉണ്ടാവോ? ഹബീബായ നബി വന്ന് കിടന്നിട്ട് പറയാണ്, "ഹാദാ അഹ്ലു ബൈത്തി", ഇതാണ് എൻ്റെ കുടുംബം. ഹസനെയും ഹുസൈനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ വളർത്തു മകനെന്ന പോലെ കഴിഞ്ഞിരുന്ന അലി റളിയല്ലാഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്രയും വല്ലാത്ത ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഹബീബായ നബിയുടെ വഫാത്തിന് ഒരു 6 മാസം കഴിഞ്ഞ് 29ാമത്തെ വയസ്സിലാണ് റമദാൻ 3-ന് ഫാത്തിമ ബീവി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുന്നത്. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ അതേപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, ആ രണ്ടുപേരും ഈ വഫാത്ത് രംഗം വിശദീകരിക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. വഫാത്ത് അടുക്കുന്ന സമയത്ത് ഈ ഫാത്തിമ ബീവി രണ്ടുപേരെയും വിളിച്ചു വരുത്തിയിട്ട് കുളിപ്പിക്കുവാനുള്ള, ആദ്യം ഒന്ന് കുളിക്കുവാനുള്ള ഏർപ്പാട് ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടു. മരണം മുൻകൂട്ടി കാണുകയാണ് അവിടെ. കുളിച്ച ശേഷം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പിന്നീട് വിരിപ്പ് വിരിക്കുവാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വിരിപ്പൊക്കെ വിരിച്ചു. എന്നിട്ട് മരണം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മലർന്നങ്ങോട്ട് കിടന്നു. അസ്രാഈലിനെ കാത്തിരുന്നു കൊണ്ട് ഫാത്തിമ ബീവിയുടെ ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഹബീബായ നബിയെ കിനാവ് കണ്ട് അങ്ങനെയാണ് മരണത്തിലേക്ക് പോയത്. ഒരൊറ്റ കാര്യം പറഞ്ഞു, അന്ന് രാത്രി തന്നെ അവരെ വേഗത്തിൽ മറവ് ചെയ്തു. ആ ഒരു മറവ് ചെയ്തത് മദീനയിലെ ജന്നത്തുൽ ബഖീഅയിലാണ്. വളരെ രഹസ്യമായിട്ട് പിറ്റേ ദിവസത്തേക്ക് അത് മാറ്റി വെക്കുന്നില്ല. അതിന്റെ പിന്നിലൊക്കെ വേറെ കഥകളുണ്ട്. അസ്മാ ബീവിയോട് റളിയല്ലാഹു അൻഹയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവസാനമായിട്ട് ഇങ്ങനെ വസിയത്ത് ചെയ്തിരുന്നു അത്രേ. ഈ രണ്ടുപേരോട് വസിയത്ത് ചെയ്ത ഒറ്റ കാര്യമുള്ളൂ. ഫാത്തിമ ബീവി കൊടുത്തൊരു വസിയത്ത്, സ്ത്രീകളുടെ ജനാസ പരസ്യമായിട്ട് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളൊരു പ്രത്യേക മയ്യത്ത് കട്ടിൽ ഒരുക്കണം. ഈന്തപ്പനയുടെ കൊമ്പുകളും അതേപോലെ വിരിയുമൊക്കെ ഘടിപ്പിച്ചിട്ട് അത് കാണിച്ചു കൊടുത്തിരുന്നു. എൻ്റെ മയ്യത്ത് പോലും കാണരുത് എന്ന്, മറ്റൊരാൾ കാണരുത് എന്നുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് 3 വസിയത്താണ് പ്രിയപ്പെട്ട ഫാത്തിമ ബീവി കൊടുത്തത്. ഒന്ന്, നിങ്ങൾ ഉമ്മു സലാമ റളിയല്ലാഹു അൻഹ നിർദ്ദേശിച്ച വിധമുള്ള ഒരു മയ്യിത്ത് കട്ടൽ ഉണ്ടാക്കണം. രാത്രി എന്നെ ജന്നത്തുൽ ബഖീഅയിൽ അധികം നീട്ടിവെക്കാതെ മറ്റാരെയും അറിയിക്കാതെ എന്നെ മറവ് ചെയ്യണം. 3, എൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്. ഒന്ന് ഹസൻ, ഒന്ന് ഹുസൈൻ, ചെറിയ മക്കളായ സൈനബും ഉമ്മു സൽമയും. ആ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സൈനബിന്റെ പുത്രി ഉമാമയെ നീ വിവാഹം കഴിക്കണം. അലി റളിയല്ലാഹു അൻഹു ആ ഒരു വസിയത്തൊക്കെ പൂർത്തിയാക്കി പാലിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഹബീബായ നബിയുടെ കരളിന്റെ കരൾ. നബിയുടെ മരണശേഷം ഒരുപാട് ദുരിതങ്ങൾ ഫാത്തിമ ബീവി അനുഭവിച്ചിട്ടുണ്ട്. ശത്രുക്കൾ വന്നിട്ട് ആ വീട് ആക്രമിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. ആ മർദ്ദനമാണ്, ആ മർദ്ദനത്തെ തുടർന്നാണ് ഇവരുടെ മരണം വേഗത്തിലായി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഏതായാലും ഒരടയാളം പോലും ഇല്ലാതെ ഫാത്തിമ ബീവിയുടെ ഖബർ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. പക്ഷെ ജന്നത്തുൽ ബഖീഅയിലാണ്. അലി റളിയല്ലാഹു അൻഹു വേഗത്തിൽ തന്നെ വസിയത്ത് പോലെ ഖബറടക്കി. നമ്മളെല്ലാവരും ഫാത്തിമ ബീവിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആയുടെ പുണ്യം നമുക്കും കൂടി കിട്ടും.
അള്ളാഹു അവരുടെയൊക്കെ മഹത്വം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.